പിന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഇട്ടിരിക്കുന്ന പേര് ഖുർആനിലേക്ക് റിലേറ്റഡ് ആണ്. ശരിയല്ലേ? സൂറത്തു മറിയമിലുണ്ട് വഹനാനം മിൻ ലദുന്നാ വസകാതം വകാന തഖിയ. സക്കരിയ നബിയുടെ ഒക്കെ കഥ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വാത്സല്യം ഇഹ്സാൻ ഈച്ചു എന്ന് പറയണെങ്കിലും അവന്റെ പേര് എന്താണ്? ഇഹ്സാനാണ്. ഉച്ചരിക്കാൻ നേരത്തെ പറയുന്നത് തലഫുൾ ചെയ്യാൻ പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ചൊരു അടങ്ങുണ്ടാവും. ഇഹ്സാൻ. അപ്പോൾ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം, സുഹൃതം നന്മ ചെയ്യണം. അഫീഫിന് സൂറത്ത് നിസായിലുണ്ട്. പതിവ്രതകളായിട്ടുള്ള അഫീഫ് എന്നാണ്. ഒരു പിതാവ് എത്ര മനോഹരമായിട്ടാണ് അവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കുഞ്ഞുനാളിൽ നൽകിയ പേരിൻ്റെ അർത്ഥവും ആശയവും അതുകൊണ്ട് മക്കളിൽ ഉദ്ദേശിക്കുന്നതും വിശദീകരിക്കുന്നത്. എത്ര രസകരമായിട്ടാണ് ആ മക്കൾ അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നതും. മൂത്ത മകൻ ഹനാനിന് പേര് നൽകിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയമിലെ വഹനാനും മില്ലദുന്നാ വസകാത്തും വകാന തഖിയ എന്നുള്ളതിലെ ഹനാൻ എന്നതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് സൂചിപ്പിച്ചാണെന്നും ഈച്ചു എന്ന് വിളിക്കപ്പെടുന്ന മോൻ്റെ യഥാർത്ഥ നാമം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതിലെ ഇഹ്സാൻ എന്ന പദവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് ഉച്ചരിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈച്ചു എന്നായതാണെന്നും വിശദീകരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിൽ വളരാൻ വേണ്ടിയാണ് ആ നാമകരണം നൽകിയതെന്നും പറയുന്നു. അഫീഫ് എന്ന് പറയപ്പെടുന്ന പ്രിയപ്പെട്ട മകൻ്റെ നാമം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാവുമായി ബന്ധപ്പെട്ടതാണെന്നും അവൻ്റെ ജീവിതക്രമവും ആ രൂപത്തിലാകട്ടെ എന്ന നിയ്യത്തിലാണ് നാമകരണം ചെയ്തതെന്ന് ഒരു പിതാവ് വിശദീകരിക്കുമ്പോൾ തീർച്ചയായും അത് പ്രശംസയർഹിക്കുന്നുണ്ട്. അതിൽ നല്ലൊരു മാതൃകയുമുണ്ട്. നല്ല പേരിടുക എന്നുള്ളത് സുന്നത്തായ ക്രമവും കൂടെയാണ്. ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥം 10 വാല്യങ്ങളുള്ള തുഹ്ഫത്തുൽ മുഹ്താജിൽ മഹാനരായ ഖാത്തിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജറിനിൽ ഹൈതമി തങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിനെ കൊണ്ടുവരുന്നുണ്ട്. ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മായിക്കും വഅസ്മായി ആബായിക്കും, നാളെ പരലോകത്ത് നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും പേരുകളെ കൊണ്ടാണ് നിങ്ങൾ വിളിക്കപ്പെടുക. ഫഅഹ്സിനു അസ്മാഅക്കും, അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ നന്നാക്കുവിൻ. ഈ ഹദീസിനെ ഉദ്ധരിച്ച് ഇബ്നു ഹജറിനിൽ ഹൈതമി തങ്ങൾ പറയുന്നു വയുസന്നു തഹ്സീനു തസ്മിയ, പേര് നന്നാക്കിയിടൽ സുന്നത്താണെന്ന്. പേരിടാനുള്ള ഒരു ഓർഡറും അവിടെ പറയുന്നുണ്ട്. ആദ്യം പരിഗണിക്കേണ്ടത് അഹബുൽ അസ്മാഇ അല്ലാഹി തആല അബ്ദുല്ലാഹി വ അബ്ദുർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അബ്ദുല്ലാ അബ്ദുർ റഹ്മാൻ എന്നീ നാമങ്ങളാണ്. അതിനുശേഷം പരിഗണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മറ്റു ഇസ്മുകളിലേക്ക് അബ്ദ് ചേർത്തിയിട്ടിടുന്ന അബ്ദുർ റഊഫ്, അബ്ദുൽ സലാം, അബ്ദുൽ ലത്തീഫ് എന്നീ പേരുകളെയാണ് പിന്നീട് പരിഗണിക്കേണ്ടത്. അതിനുശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹമ്മദ് മുഹമ്മദ് എന്നീ നാമങ്ങൾ, അതിനുശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹമ്മദ് മുഹമ്മദ് എന്നീ നാമങ്ങളില്ലാത്ത ത്വാഹ, യാസീൻ തുടങ്ങിയ പേരുകൾ, അംബിയാക്കളുടെ പേരുകൾ, ഔലിയാക്കളുടെ പേരുകൾ, സ്വാലിഹീങ്ങളുടെ പേരുകൾ, പിന്നെ നല്ല അർത്ഥമുള്ള പേരുകൾ. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. നല്ല അർത്ഥമുള്ള പേരിടുക എന്നുള്ളത് സുന്നത്തായ കർമ്മവും കൂടെയാണ്. മോശപ്പെട്ട പേരുകളാണ് ഇട്ടത് എങ്കിൽ, അത് കറാഹത്തായ പേരാണെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യൽ സുന്നത്തും, ഹറാമായ പേരാണെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യൽ നിർബന്ധവുമാണെന്ന് തുഹ്ഫയുടെ ഈ പേജ് തന്നെ റഫർ ചെയ്താൽ നമുക്ക് കാണാവുന്നതുമാണ്. അതുകൊണ്ട് നല്ല പേരിടുക. ഹനാൻ്റെയും അഫീഫിൻ്റെയും ഇഹ്സാൻ്റെയും പിതാവ് ആ പേരിടുന്നതിലൂടെ ആ മക്കൾ സ്പിരിച്വൽ ട്രാക്കിലൂടെ സഞ്ചരിക്കണമെന്നും അള്ളാഹുവും ഹബീബും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നുമാണ് ഉദ്ദേശിച്ചത് എന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെയും അവരുടെയും ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പേരുകൾ നല്ല പേരുകളാണോ? മുഹമ്മദ് എന്ന പേരിനോട് ചേർത്തിയിടുന്ന പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, അവർക്ക് വലിയ രക്ഷയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അയിമ്മത്ത് വളരെ വിശദമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മക്കളുടെ പേരുകൾ, നിങ്ങളുടെ പേരുകൾ താഴെ